സെറ്റും കൊണ്ട് കൊടുത്താലാവും ചേച്ചിക്ക് ഭംഗി. കുട്ടി വരണുണ്ടോ കുളിക്കാൻ? എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. വാ. മോർണിംഗ്. ഐ എം സോറി. Forget it. എത്ര കാലായി തുടങ്ങിയിട്ട്? കഞ്ചാവ് മാത്രമാണോ അതോ അതിലും സ്ട്രോങ് ആയി വേറെയും പലതുണ്ടല്ലോ? ഏത് സ്റ്റേജിലെത്തി? ഞാനങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയാറ്. ഒരു തമാശയ്ക്ക് തുടങ്ങും, പിന്നെ ആ നേരം വന്ന ക്രേവിംഗ് തുടങ്ങും. ശരിയല്ലേ? ആ നേരത്ത് സ്വയം ഫൈറ്റ് ചെയ്യണം. ഇറ്റ്സ് എ ഫൈറ്റ്. പുസ്തകങ്ങളോ മ്യൂസിക്കോ അങ്ങനെ വേറെ എന്തിലേക്കെങ്കിലും മൈൻഡ് ഡൈവേർട്ട് ചെയ്യണം. എന്റെ ചില ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനാരാ ഉപദേശിക്കാല്ലേ? ഒന്നുമില്ല. അല്ല, പറയൂ. സന്ദേഹം ഒഴിഞ്ഞേവം വാസുദേവ എല്ലാരും കണ്ടു. ഇനി അവൾക്ക് പോയിക്കൂടെ? അച്ഛൻ എന്ത് വിചാരിച്ചാലും ശരി, പന്നിയിറച്ചിയും പശുയിറച്ചിയും ഒക്കെ തിന്നുന്ന ആൾക്കാര് വീട്ടിനകത്ത് പെരുമാറുന്നത് എനിക്ക് ഇഷ്ടാവണില്ല. പിടിച്ചു പുറത്താക്കണമെന്നാണോ നീ പറയണേ? അങ്ങനല്ല, കുറച്ച് മയത്തിൽ പറയണം. എടി, നീ ആ മുഖത്ത് ശരിക്കും നോക്കിയോ? ഉറവശിയായിരിക്കും. മിളയച്ച അതുകൾക്ക് കുറച്ച് നിറം കൂടും. വേറെന്താ? മരിച്ചുപോയുള്ള തൽ സ്വരൂപം കിട്ടിയിരിക്കണത് അവക്കാ. നിന്റെ അമ്മയുടെ അതേ കണ്ണും മൂക്കും. ആ മുഖത്ത് നോക്കി ഇറങ്ങിപ്പോണെന്ന് ഞാൻ ആട്ടണമെന്നാണോ നിന്റെ കൽപ്പന? അച്ഛന് മനസ്സിലാവും. ഞാനിപ്പോഴൊന്നും പറയണില്ല. എപ്പോഴെപ്പോഴും എന്റെ മുടി മൊട്ടയടിക്കും. സാരില്ല, ഇപ്പൊ ഇതാ ഫാഷൻ. അമ്മേ, ഞാൻ ചേച്ചിയുടെ കൂടെ പുറത്തു പോട്ടെ? എവിടേക്കും പോണ്ട. ബസ് വന്നിട്ട് മുത്തച്ഛന്റെ അടുത്ത് പോയിരുന്നു അരങ്ങാണ്ട്. സുഖമില്ലാത്ത കുട്ടിയാണ്, അതറിയില്ലേ? സ്ഥലത്തിലെ അലമാരിൽ ഇതിന്റെ ഗുളിക ഇരിപ്പുണ്ട്, പോയെന്നെടുത്ത് കഴിച്ചോ. സൂക്കടാണെന്ന് എപ്പോഴും പറയുന്ന എന്തിനാ? എന്നും അവിടെ രോഗിയായി കാണുന്നതാണ് ആഗ്രഹം. വിവരക്കേട് ഇങ്ങനെ ഉണ്ടാവോ? എനിക്ക് വിവരമെത്തിക്കാനാണോ നീ ഇപ്പൊ എഴുന്നള്ളിരിക്കുന്നത്? ഏയ്, ആശക്കുട്ടിയുടെ ഒരു ഇഷ്ടം തോന്നിയോണ്ട് സത്യം പറഞ്ഞു പോയതാ. ക്ഷമിക്കണം അച്ഛൻ പെങ്ങളെ. വിളി ശരിയല്ലേ? ഹിന്ദു മാരേജ് ആക്ട് 1955, ഹിന്ദു സെക്ഷൻ ആക്ട് 1956. വക്കീലിനെ കണ്ടോ? വക്കീലില്ല, ഗുമസ്തൻ ഉണ്ടായിരുന്നു. നാളെ വീണ്ടും ഒന്ന് പോയി നോക്കണം. ഈ 2 പുസ്തകം ഒന്ന് കിട്ടിയാൽ നമുക്ക് തന്നെ അറിയാവുന്നേ ഉള്ളൂ. ബിസിനസ് നടത്തിയ വൈഭവം ഞാൻ കുറെ കണ്ടതാ. ഇനിയിപ്പോ നിയമം പഠിച്ചിട്ട് ഞങ്ങളെ പെരുവഴിയിലാക്കണമെന്നാവും. ഒന്നുമില്ല, നീയും ചിലപ്പോ ഇങ്ങനെയൊക്കെയല്ലേ കാണിക്കാറ്. ആരും നിന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നുമ്പോ വെറുതെ ഇങ്ങനെയൊക്കെ കാട്ടുമല്ലേ? സൂക്കേടില്ലാതെ. ഞാൻ വെറുതെ ഒന്നും കാട്ടിയിട്ടില്ല. കാണുന്നവർക്ക് പേടിയാവില്ലേ വലിയ കുട്ടിയായിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ച? ഞാൻ വെറുതെ കാട്ടുമല്ല. ഒരു സൂക്കടുമില്ല ആശക്കുട്ടിക്ക്. സൂക്കടുകാരിയാണെന്നറിഞ്ഞ സ്റ്റൈലുള്ള പിള്ളേരാരും കല്യാണം കഴിക്കാൻ വരില്ല. വാ, ആശക്കുട്ടിക്ക് വേണ്ടിയും ചേച്ചി ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി ഒരു അസുഖവും വരില്ല. നടന്നോ, അമ്മ ബഹളം കൂട്ടാൻ തുടങ്ങണ്ട. ഇനി ഒന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ചു കഴിഞ്ഞ് മടങ്ങും. ഓട്, കാണട്ടെ. കുന്നത്തൊരു കുന്നിലുദിച്ചു പൊന്നിന്റെ ചെമ്പഴുക്ക, കൂണെല്ലാം കുമിളെല്ലാം കുട ചൂടി പോകുന്നു.
പള്ളി പോയതാ? പുഴയായ പുഴയെല്ലാം അത് സിംഗപ്പൂരുള്ള ഒരു കൂട്ടരുടെ വീടാ. ടെലിവിഷനൊക്കെ ഉണ്ട് അത്രേ. നേരം പോവാൻ വിഷമം തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊണ്ടുപോയി പരിചയപ്പെടുത്താം. വേണ്ട, സമയം പോരാത്ത വിഷമാവും ഇനി എനിക്ക്. ചികിത്സ കുറച്ച് തുടങ്ങി. അനിൽ, ആശക്കുട്ടി രോഗികൾ 2 ആളിപ്പോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ചികിത്സ വേണ്ടാത്ത ഒരാളേ ഉള്ളൂ എന്റെ ഫാമിലിയില്, അച്ഛൻ. ഞാനോ? എനിക്കും വല്ല രോഗമുണ്ടോന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഭഗവാനെ? ഒരു മഹാരോഗം അടുത്ത് പിടികൂടാൻ നിൽക്കുന്നുണ്ട്. അതാ പെട്ടെന്ന് അറിയില്ല. അതിന് ചികിത്സയുണ്ട്, പേടിക്കണ്ട. ഞാനൊക്കെ ഒന്ന് കാണാനാ. ഇവിടെ സ്ത്രീകളൊക്കെ പോകുന്ന സ്ഥലമല്ലേ? നമ്പൂരി അമ്പലത്തിൽ എല്ലാരും ഒന്നും ഇങ്ങോട്ട് വരിക. സാറില്ല, ഒരു 500 ഉറുപ്പിയുടെ ചെലവുണ്ട് ശുദ്ധി കലശത്തിന്. അതിനെന്താ തങ്കപ്പൊടി പൂത്ത കാശ് തലക്കിൽ വെച്ചല്ലേ കിടക്കണേ, അങ്ങോട്ട് ചെലവാക്കട്ടെ. നമ്പൂരി, ശുദ്ധി കലശത്തിന് കമ്മിറ്റി എത്ര ഉറുപ്പിക നിശ്ചയിച്ചിരിക്കുന്നത്? നിങ്ങൾ എന്തായി പറയുന്നത്? എന്തുവാണോ? ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. ഹിന്ദുവാണോ? ഈ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നാണ് ബോർഡിൽ. ശ്രീകോവിലിൽ കയറിയിട്ടൊന്നുമില്ലല്ലോ. സോറി, ഞാൻ സാറില്ല, ഒരു 501 ഉറുപ്പിക അടച്ച് രസീത് വാങ്ങിച്ചോളൂ. തൃപ്പടി വരെ പോവാലോ? അല്ല, ഇവിടം വരെ കയറിയ തന്നെ നിയമപ്രകാരം അശുദ്ധായി. തൃപ്പടി 500 മതിയിടോ ലേലം വിളി. കം, ലെറ്റ് ദ മാർക്കറ്റ് ഔട്ട്. എല്ലാ ഭാഷകളിലും ആ ബോർഡ് എഴുതി വെക്കേണ്ടതായിരുന്നു. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ആ, എന്റെ വീട്ടുകാർക്ക് മുമ്പ് പുറത്ത് നിൽക്കാനേ പാടുള്ളൂ. അത് മാറി. ഇതും ചിലപ്പോ മാറിയേക്കും കുറെ കഴിയുമ്പോ. ഞാൻ കുട്ടിക്കാലത്ത് പപ്പയുടെ കൂടെ അമ്പലത്തിൽ പോവും. സൺഡേസ് ചർച്ചിലും പോവും. ഞാൻ മടങ്ങാം. വരുന്നില്ലേ? വാസന്തയെ കാണണ്ടേ? വാട്ട്സ് ദിസ്? അവിടെ എനിക്ക് പ്രവേശിക്കാമോ എന്നത് മറ്റൊരു പ്രോബ്ലം. നിങ്ങൾ രണ്ടാളും സീരിയസ് ആണെങ്കിൽ പിന്നെന്ത് പ്രോബ്ലം? ഡു ഇറ്റ്. ഞാൻ സീരിയസ് ആണ്. സ്വയം അനലൈസ് ചെയ്ത് നോക്കി. വെറും ഒരു കമ്പമല്ല എന്ന് ബോധ്യമായി. സീരിയസ് ആണ്. എങ്ങനെ? ടെൽ മീ, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. ഞാനൊരു ലെക്ചർ തരേണ്ട കാര്യമുണ്ടോ? അറിയാനാണ്. സീരിയസ് ആണെന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്തു? ജീവിതത്തിന് അർത്ഥം തോന്നിക്കുന്ന ഒരാൾ വല്ലപ്പോഴും മനസ്സിന്റെ വാതിൽ തുറന്ന് കടന്നു വരും. അപ്പോ കാര്യം സീരിയസ് ആവുന്നു. യു ഷുഡ് ട്രൈ പോയട്രി. കവിത എഴുതാറുണ്ട് ചിലപ്പോ. എനിക്ക് മലയാളം എഴുതാനും വായിക്കാനും പഠിക്കണം. പലതും ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് അറിയുന്നത്. ഒരു ബോർഡ് മിസ് ചെയ്തത് ഏതായാലും വലിയ അത്യാഹിതമായില്ല. ഭാഗ്യം. വാസന്തി ഒരു സിമ്പിൾ ഗേളാണ്. അവളൊരു സിംഗപ്പൂർ ധനികന്റെ മകനെ വിവാഹം കഴിക്കുന്നതാണ് ലോജിക് പ്രകാരം ശരി. സ്നേഹത്തിന് എന്ത് ലോജിക്? മലയാളത്തിൽ ഒരു കവിതയിലുണ്ട്, കന്യമാർക്ക് നവാനുരാഗങ്ങൾ, കമ്രശ്വരന് സ്ഫടികവളകൾ. കാന്റ് ഫോളോ. വർണ്ണപ്പകുട്ടുള്ള കുപ്പിവളകൾ മാറ്റിയിടും പോലെയാണ് കന്യകമാർക്ക് പ്രേമങ്ങളെന്ന്. ക്ലാസ്, ഫാന്റാസ്റ്റിക്. താങ്ക് യു. ചോദിക്കുന്നതിൽ വിഷമമില്ലല്ലോ. എത്ര പ്രാവശ്യം കുപ്പിവളകൾ മാറ്റിയിട്ടുണ്ട് മിറാന്റെ? നല്ല നിറമുള്ളതൊന്നും ഇതുവരെ കണ്ടിട്ടില്ല മിസ്റ്റർ രാജേന്ദ്രൻ. വരട്ടെ. കൊറേ നടന്നു. മലയാളത്തിലൊരു അഡ്വാൻസ് കോഴ്സിന് വിശ്വഭാരതി ചേർന്നാലോ എന്ന് ആലോചനയുണ്ട്. ഐഡിയ എങ്ങനെ? പഠിക്കലും പഠിപ്പിക്കലും. ഞാൻ എത്ര വിഡ്ഢിയാണെന്ന് വിചാരിക്കണ്ട. മനസ്സിലായില്ല. കളിയും ചിരിയും ഞാൻ കാണുന്നുണ്ട്. കാണുന്നവരൊക്കെ മയക്കണമെന്നെ വ്രതമുണ്ടോ? യു സില്ലി ഫൂൾ. ഞങ്ങൾ ഇതുവരെ സംസാരിച്ച മുഴുവൻ നിന്നെ പറ്റിയായിരുന്നു. നിന്നേക്കാൾ ബെറ്റർ ആരെങ്കിലും അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് എന്നിപ്പോ തോന്നുന്നു. ഹീസ് നൈസ് ആൻഡ് ഹീസ് സീരിയസ് അബൌട്ട് യു. നിന്റെ വിഡ്ഢിത്തങ്ങൾ കൊണ്ട് അയാളെ വെറുപ്പിക്കല്ലേ. എന്നെപ്പറ്റി എന്തു പറഞ്ഞു? നീ മഹാ യൂസ്ലെസ് സ്റ്റുപ്പിഡ് ഇഡിയറ്റ് ഒക്കെയാണെന്ന്. എന്നാലും നിന്നെ തന്നെ മതിയെന്ന് പോരെ? ഭയങ്കര ബിസി ആയിരിക്കാം പേട്ടൻ. ഉണ്ണാൻ വന്നില്ലല്ലോ ഇന്ന്. പെരുമ്പലത്തെ പറമ്പിലെ തോട്ടങ്ങളാ.
അവിടുന്ന് ഉച്ചയ്ക്ക് ചായ കഴിച്ചു. കൂടെ നിന്നില്ലെങ്കിൽ ചെറുമക്കൾ പണിയെടുക്കില്ലെന്നേ. വാദിപ്പടിമേലെ ഇരിക്കരുന്ന ഞങ്ങളുടെ പ്രമാണം. മൈ ഗോഡ്, വീണ്ടും അപകടമായോ? ഇരുന്നോളൂ. നിയമങ്ങളൊക്കെ ഒന്നൊന്നായിട്ട് പറഞ്ഞു തരൂ, എന്നാ തെറ്റുപറ്റില്ലല്ലോ. ഏയ് ഇരുന്നോളൂ. അങ്ങനെ ഒരു പ്രമാണം അമ്മ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അകത്തും പുറത്തും അല്ലാത്ത സ്ഥലമാണല്ലോ വാതിൽപ്പടി. ഓ, വാതിൽപ്പടി കിടത്തിയിട്ടാണ് നരസിംഹം ഹിരണ്യകശുവിനെ കൊന്നത്. പ്രഹ്ലാദന്റെ കഥയില്. ചില കഥകളൊക്കെ പപ്പ കുട്ടിക്കാലത്ത് പറഞ്ഞു തന്നിരുന്നു, ഒക്കെ പിന്നെ മറന്നു. നാമജപം മറന്നിട്ടില്ലല്ലേ? കുട്ടിമാമ വരുതൂന്ന് കേട്ടാൽ ഇവിടെ ഒരു ഉത്സവമായിരുന്നു അന്നൊക്കെ. താക്കോല് കൊടുത്ത ചെണ്ട കൂട്ടുന്ന ഒരു കുരങ്ങന്റെ ബൊമ്മ തന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോഴും അത് തട്ടുംപുറത്ത് എവിടെ കിടക്കുന്നുണ്ട്. കുട്ടിമാമ മരിച്ച പിന്നെ അമ്മ വേറെ കല്യാണമൊന്നും. ഊന്ന് തോന്നുന്നു. അതെന്താ അങ്ങനെ പറയണേ? മീര അമ്മയുടെ കൂടെ അല്ലേ ബോംബെയിൽ താമസം? ആയിരുന്നു, ഇപ്പോഴല്ല. അമ്മായിക്ക് ഒന്ന് വരായിരുന്നു. ഞങ്ങളൊന്നും ബോംബെയിൽ വരലുണ്ടാവില്ലല്ലോ, വെറുതെ ഒന്ന് കാണാൻ. എത്രയായാലും അമ്മയുടെ സ്ഥാനം ഉണ്ടല്ലോ. അമ്മയുടെ പേരെന്താ? ഓർമ്മയുണ്ടായിരുന്നു, മുമ്പ് മറന്നു. അപ്പേട്ടാ, ഇവിടുത്തെ വല്ല കഥകളോ പുരാണങ്ങളോ ഒക്കെ പറയും, കേൾക്കാൻ ഇഷ്ടമാണ്. ബോംബെയിലെ കാര്യങ്ങളൊന്നും ദയവായി ചോദിക്കരുത്. അതിൽ ഓടി രക്ഷപ്പെടാനാണ് ഇവിടേക്ക് വന്നത്. പ്ലീസ്. പക്ഷേ എന്തായാലും അമ്മയല്ലേ? അമ്മ സ്റ്റുപ്പിഡ്. അപ്പേട്ട, ഐ എം സോറി അപ്പേട്ട. ഞാൻ എന്തോ പറഞ്ഞു. ഏയ്, ഒരു സംഗതി മനസ്സിലായി. ദേഷ്യം വരുമ്പോ മീരയ്ക്ക് നാവിൽ ആദ്യം വരിക ഇംഗ്ലീഷല്ലേ? ദേഷ്യമില്ലാതെ തന്നെ വേറൊന്ന് പറയാനും തോന്നുന്നുണ്ട്. യു ആർ ഗ്രേറ്റ്. അപ്പേട്ട ഒരു അത്ഭുതമാണെന്ന്. ഗുഡ് നൈറ്റ്.